ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മന്ന കിച്ചൺ. ഇന്ന് നമുക്ക് ബേക്കറി സ്റ്റൈലിൽ നല്ല അടിപൊളി ടേസ്റ്റോട് കൂടിയിട്ട് ബട്ടർ കേക്ക് റെഡിയാക്കി എടുത്താലോ. നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി കേക്കാണിത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ താഴെ കാണുന്ന ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ നമുക്ക് ബട്ടർ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ച് മാറ്റി വെക്കണം. അതിനായിട്ട് ഞാനിവിടെ 1.25 കപ്പ് കേക്ക് ഫ്ലോർ അളന്ന് വെച്ചിട്ടുണ്ട്. കേക്ക് ഫ്ലോർ നമുക്ക് സിമ്പിളായിട്ട് തന്നെ വീട്ടിൽ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അതിൻ്റെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇനി കേക്ക് ഫ്ലോർ ഇല്ലെങ്കിൽ സാരമില്ല, മൈദ എടുത്താൽ മതി. ഞാനത് അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡ ഇടേണ്ട ആവശ്യമില്ല, ബേക്കിംഗ് പൗഡർ മാത്രം മതി. ഇനി ഇത് ഒരു 2-3 തവണ നന്നായിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കണം. മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്കിതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമ്മുടെ കേക്കിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള അൺസാൾട്ടഡ് ബട്ടറാണിത്. 250 ഗ്രാം ബട്ടറുണ്ട്. ഇത് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ വേണം എടുക്കാൻ. എന്നാൽ നമ്മൾ ഫ്രിഡ്ജിൽ നിന്നും ഡയറക്റ്റ് എടുത്ത് യൂസ് ചെയ്യരുത്. അതുപോലെ ബട്ടർ പുറത്ത് വെച്ചിട്ട് ഒരുപാട് മെൽറ്റായിട്ടും യൂസ് ചെയ്യരുത്. ആ തണുപ്പൊന്ന് മാറി ഒന്ന് സോഫ്റ്റായി വന്നാൽ മാത്രം മതി. ഞാനിത് ബീറ്റർ വെച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുവാണ്. ബീറ്റർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, വിസ്ക് കയ്യിലുണ്ടെങ്കിൽ അത് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താലും മതി. അടുത്തതായിട്ട് ഇതിലേക്ക് പൊടിച്ചിട്ടുള്ള 1.25 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1.5 കപ്പ് വരെയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പഞ്ചസാര പൊടിച്ചത് നമുക്കൊരു 2-3 തവണയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ പഞ്ചസാരയും ബട്ടറും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കേക്കിലേക്ക് 5 മുട്ടയാണ് വേണ്ടത്. ഒരു സമയത്ത് 1 മുട്ട വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. മുട്ട ഓരോന്നായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ലോ സ്പീഡിൽ നമുക്കിതൊന്ന് മിക്സാക്കി എടുക്കണം. അങ്ങനെ 5 മുട്ടയും ഇവിടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരിച്ച് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസും ഒരു 2-3 തവണയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ബീറ്റർ വെച്ചിട്ട് തന്നെ ലോ സ്പീഡിൽ ഒന്ന് മിക്സാക്കി എടുക്കാം. അങ്ങനെ എടുത്തു വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസും മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് റൂം ടെമ്പറേച്ചറുള്ള പാലും ഒരു 2-3 തവണയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് മിക്സാക്കി എടുക്കാം. അങ്ങനെ പാലും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ലാസ്റ്റായിട്ട് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ട് അതും കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. വാനില എസൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ട ചേർത്ത് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ബട്ടർ കേക്കിനുള്ള നല്ല ഫ്ലഫി ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ബാറ്റർ നമ്മുടെ ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 7 ഇഞ്ചിൻ്റെ സ്ക്വയർ ബേക്കിംഗ് ടിന്നാണ് എടുത്തിരിക്കുന്നത്. അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം.
ബാറ്റർ മുഴുവനും ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്പാച്ചുല വെച്ചിട്ട് മുകൾ ഭാഗം ഒന്ന് ലെവലാക്കി കൊടുക്കണം. ഞാൻ ഓവനിലാണ് ഈ ഒരു കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. 180 ഡിഗ്രി സെൽഷ്യസിൽ ഓവൻ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം 170 ഡിഗ്രി സെൽഷ്യസിൽ 55 മിനിറ്റാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഓവൻ ഇല്ലാത്തവർക്ക് കുക്കറിലും സോസ്പാനിലും ഒക്കെ ഈ ഒരു കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. പിന്നെ ഓരോരുത്തരുടെയും ഓവൻ്റെ ടെമ്പറേച്ചറിനും അതുപോലെ ഗ്യാസിൻ്റെ ഫ്ലെയിമിനൊക്കെ അനുസരിച്ച് ബേക്കിങ്ങിൻ്റെ സമയം മാറ്റം വരും. ബാറ്റർ ലെവലാക്കി കൊടുത്തതിന് ശേഷം എയർ ബബിൾസിൻ്റെയൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ബാറ്ററിൽ കൂടി നമുക്ക് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം. അതിനുശേഷം ബേക്കിംഗ് ടിന്ന് നന്നായിട്ടൊന്ന് ടാപ്പ് കൂടി ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ കറക്റ്റ് ബേക്കായി വന്നിട്ടുണ്ട്. കേക്ക് തണുത്ത് വന്നതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. അങ്ങനെ കേക്ക് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡിലൊക്കെ വെച്ചിരിക്കുന്ന ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുത്തതിന് ശേഷം കേക്ക് കട്ട് ചെയ്യാം. അങ്ങനെ നമ്മളിവിടെ കേക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. നോക്കുമ്പോൾ തന്നെ അറിയാം കേക്ക് നല്ല സൂപ്പർ സോഫ്റ്റാണ്. അതുപോലെ കേക്ക് കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ. എല്ലാവർക്കും ധൈര്യമായിട്ട് ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബട്ടർ ടീ കേക്കാണിത്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കരുത് കേട്ടോ. പിന്നെ നമുക്കൊരു ഫേസ്ബുക്ക് ഗ്രൂപ്പുണ്ട്, മന്ന കിച്ചൺ. ആ ഒരു ഗ്രൂപ്പിലേക്ക് എല്ലാവരും ഒന്ന് ജോയിൻ ചെയ്യാനും നിങ്ങൾ ട്രൈ ചെയ്തിട്ടുള്ള റെസിപ്പീസിൻ്റെ ഫോട്ടോസൊക്കെ ആ ഒരു ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാനും കൂടി മറക്കരുത്. പിന്നെ ഒരു ഫേസ്ബുക്ക് പേജ് കൂടിയുണ്ട്, മന്ന ഹോം മെയ്ഡ് കേക്ക്സ്. ആ ഒരു പേജ് ലൈക്ക് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വേറൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.